പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ SCRT ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പുതിയൊരു ചാപ്റ്ററാണ് നോക്കുന്നത്. പുതിയ SCRT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് ആണ്. എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, 7th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയിലെ അധികാരം ജനങ്ങൾക്കെന്ന് പറയുന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ടാണ്. നമുക്കറിയാം, ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സ്വപ്നം, ആ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സ്വപ്നം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകുമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ വിശ്വസിച്ചത് ആരാടെ? ഗാന്ധിജിയാണ്. നിങ്ങൾക്കറിയാം, ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും എന്നാണ് പറയുന്നത്. പഞ്ചായത്തുകളുടെ എണ്ണം എത്രത്തോളം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ജനക്ഷേമകരമായിരിക്കും. അപ്പോൾ സ്വയം ഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ്, ഓർത്തിരിക്കണം, എക്സാമിന് ഒരു പക്ഷേ ചോദിക്കാം, സ്വയം ഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത് എന്ന് ഗാന്ധിജിയും വിശ്വസിച്ചിരുന്നു, അല്ലെ? അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അപ്പോൾ അധികാര വികേന്ദ്രീകരണവും അധികാര കേന്ദ്രീകരണവും ഒക്കെ നമുക്കറിയണം. അപ്പോൾ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതിനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായിട്ട് കൈമാറും. അതിനെ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നു. എന്നാൽ അധികാര കേന്ദ്രീകരണോ? ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം അത് പേരിൽ തന്നെ ഉണ്ടല്ലേ, അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാണ്. അധികാര കേന്ദ്രീകരണത്തിൽ, അധികാര വികേന്ദ്രീകരണത്തില് ജനങ്ങളിൽ നിക്ഷിപ്തമാണ്, നിയമപരമായിട്ട് കൈമാറുകയാണ്. എന്നാൽ അധികാര കേന്ദ്രീകരണത്തില് ഈ ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകും. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലെ രാജകുടുംബം അല്ലെ രാജവാഴ്ചയൊക്കെ നമുക്കറിയാം, അല്ലെ? ചിലരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ നമുക്കറിയാം, സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം വളരെ കുറവാണ്, താരതമ്യേന കുറവായാണ്. മിക്ക രാജ്യങ്ങളിലും അങ്ങനെയായിരുന്നു നിലനിന്നിരുന്നത്, അല്ലെ? അപ്പോൾ അധികാര വികേന്ദ്രീകരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം. കുറെ പ്രസ്താവനകൾ തന്നിട്ട് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ഒന്നാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഉണ്ടാവും അധികാര വികേന്ദ്രീകരണത്തില്. അതുപോലെ തന്നെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം സാധ്യമാകും. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വ ശേഷിയും ഭരണപരിചയമൊക്കെ കൈവരുന്നത് അധികാര വികേന്ദ്രീകരണത്തിലൂടെയാണ്. നമുക്കറിയാം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടിയാണ് പ്രാദേശിക ഭരണസ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളൊക്കെ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് എന്ന് പറയുന്നത്, അല്ലെ? ഈ ഗ്രാമ ജീവിതത്തിന്റെ സിരാ കേന്ദ്രങ്ങളായിരുന്നേ ഈ പഞ്ചായത്ത്. അതായത് പഞ്ച് എന്ന് പറഞ്ഞാൽ 5, ആയത് യോഗം അഥവാ സമ്മേളനം, ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് ഈ സംസ്കൃത പദങ്ങള് കൂടിച്ചേർന്നിട്ടാണ് പഞ്ചും ആയതും. 5 യോഗം അല്ലെങ്കിൽ അഥവാ സമ്മേളനം എന്നുള്ള സംസ്കൃത പദങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പഞ്ചായത്ത് എന്ന് പറയുന്ന പദം പോലും രൂപപ്പെട്ടത്. നമുക്കറിയാം, ബ്രിട്ടീഷ് ആധിപത്യത്തില് നമ്മുടെ ഇന്ത്യയിലെ പഞ്ചായത്ത് ഭരണ സംവിധാനമൊക്കെ ദുർബലമായിരുന്നു. 1882
റിപ്പൻ പ്രഭു, ഓർത്തിരിക്കണം, റിപ്പൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളാണ് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. ഇപ്പോൾ റീസെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷനൊക്കെ കേരളത്തിൽ നടന്നതാണല്ലേ. അപ്പോൾ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടിയാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തത്. അതും കൂടി അറിഞ്ഞിരിക്കണം. നമ്മുടെ ഭരണഘടനയിലെ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിന് ചോദിക്കും, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിട്ടാണ് ആർട്ടിക്കിൾ 40 അനുച്ഛേദം 40 എക്സാമിന് ഇനിയും ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ് അധികാര വികേന്ദ്രീകരണം. ഈ അധികാര വികേന്ദ്രീകരണം അനുച്ഛേദം 40 അതായത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? അനുച്ഛേദം 40 ഓർത്തിരിക്കണം. അനുച്ഛേദം 40 പഞ്ചായത്ത് രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിരവധി കമ്മിറ്റികളൊക്കെ നമ്മുടെ ഈ അനുച്ഛേദത്തിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും പ്രാദേശിക ഭരണ സംവിധാനത്തിലെ അഭാവമൊക്കെ ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനൊക്കെ നിരവധി കമ്മിറ്റികളൊക്കെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് കേട്ടിട്ടുണ്ടാവും, ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയും രണ്ടാമത്തത് അശോക് മേത്ത കമ്മിറ്റിയുമാണ്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികളാണ് ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയും അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റിയും. അവരുടെ ശുപാർശകളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി 1957 രൂപീകരിച്ചത്. ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ത്രിതല പഞ്ചായത്ത് സംവിധാനം ഏതൊക്കെയാ? ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് സമിതിയും ജില്ലാ പരിഷത്തും, ഈ മൂന്നായിട്ടാണ്. ത്രിതല പഞ്ചായത്ത് 1957 ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ളതാണ്. 1957 ആ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമായിട്ടൊക്കെ നിലവിലുള്ളത് നിങ്ങൾക്കറിയാം. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ. അത് ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1957 ശുപാർശ മുന്നോട്ട് വെച്ചതാണ്. അതുപോലെ തന്നെ 1978 അശോക് മേത്ത കമ്മിറ്റിയുണ്ട്. തിരിഞ്ഞു പോകരുത്, അശോക് മേത്ത കമ്മിറ്റി 1978 ദ്വിതല പഞ്ചായത്ത് സംവിധാനത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ബൽബന്ത് റായ് മേത്തയാണ് 1957 ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ കുറിച്ചും 1970 അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ച ശുപാർശയാണ് ദ്വിതല പഞ്ചായത്ത് സംവിധാനം. അതിനകത്ത് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിങ്ങനെയായിട്ടാണ് തരംതിരിച്ചിരുന്നത്. നമ്മൾ ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ മറ്റൊരു ശുപാർശയാണ് 1957 ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, അതുപോലെ തന്നെ മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഇത് ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയിൽപ്പെട്ടതാണ്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് അധികാരം പഞ്ചായത്ത് സമിതികൾക്കും മേൽനോട്ടം സംഘാടനവും ജില്ലാ പരിഷത്തിനും. എന്നാൽ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയിൽ ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല, മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയുമാണുള്ളത്. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ച മറ്റൊരു ശുപാർശയാണ് ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിനെ കുറിച്ച്. എന്നാൽ അശോക് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുന്നുണ്ട്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുന്ന ശുപാർശ നൽകിയത് അശോക് മേത്ത കമ്മിറ്റിയാണ് 1978. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ മറ്റൊരു ശുപാർശയിൽപ്പെട്ടതാണ് ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ് നടത്തുക. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും, എന്നാൽ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങൾക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പിനെയാണ്
ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത്? ഓർത്തിരിക്കണം, അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയിൽപ്പെട്ടതാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം. 1978 അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയിൽപ്പെട്ടതാണ് പട്ടികജാതി പട്ടിക സംവരണത്തെ കുറിച്ച് പറയുന്നത്. അത് മറന്നു പോകരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയും അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയും ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൽ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ച് ശുപാർശ ചെയ്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. 1978 അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. അതേപോലെ തന്നെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുന്നതും അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. നമുക്ക് 1957 ആദ്യത്തെ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കുന്നത്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്. ഓർത്തിരിക്കുന്ന എക്സാമിന് സ്ഥിരം സാന്നിധ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. രാജസ്ഥാൻ സംസ്ഥാനത്താണ് അല്ലെ? ഇന്ത്യയിലെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഓർത്തിരിക്കണം, 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം രാജസ്ഥാനിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. 1959 ഒക്ടോബർ 2 തീയതി അറിഞ്ഞിരിക്കണം. 1959 ഒക്ടോബർ 2 ആ രാജസ്ഥാനിലെ എക്സാമിന് ചോദിക്കും. ആ ജില്ലയുടെ പേരും ചോദിച്ചിട്ടുണ്ട്. നഗൗർ ജില്ലയാണ്. നഗൗർ ജില്ലയിലാണ് 1959 ഗാന്ധിജിയുടെ ജന്മദിനത്തിന്റെ ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ആയിരുന്നല്ലോ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന മുദ്രാവാക്യം പോലും അല്ലെ? 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗൗർ ജില്ലയിലാണ് പ്രധാനമന്ത്രി എന്ത് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത്. 1959 തന്നെയാണ് ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒക്കെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന. ഓർത്തിരിക്കണം, ഏതിനോടൊപ്പം? രാജസ്ഥാനോടൊപ്പം തന്നെ അതേ വർഷം, ഡേറ്റ് വ്യത്യാസമുണ്ട്, ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഓക്കെ അല്ലേടെ? ഇനി നമ്മൾ ഭരണഘടനാ ഭേദഗതിയൊക്കെ അറിയാം. മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ഭരണഘടനാ ഭേദഗതി. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകള് രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിൽ കാലതാമസമൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും അതുപോലെ തന്നെ ഏകീകൃത ഘടനയ്ക്കൊക്കെ തടസ്സമാകുന്നുണ്ട്. അങ്ങനെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ തീരുമാനിച്ച് എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത അത് നമുക്കറിയാമോ? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അല്ലെ? പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത 1978 അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അപ്പോൾ 1992 നമുക്കറിയാം 73, 74 ഭരണഘടനാ ഭേദഗതികൾ 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരമൊക്കെ ലഭ്യമാക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, എക്സാമിന് ചോദിക്കുക 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത്. 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമം, നഗരവുമായി ബന്ധപ്പെട്ടതാണ് 74. 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. 1992 ഭരണഘടനാ ഭേദഗതിയാണ് 73, 74 ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ചും 74ാം ഭരണഘടനാ ഭേദഗതിയിൽ ഇവിടെ ശ്രദ്ധിക്കണം, നല്ല പോയിന്റ്സ് ആണ് ഇതൊക്കെ. നഗരപാലിക സംവിധാനത്തെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്, സ്ഥിരം സാന്നിധ്യമാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയും 74ാം ഭരണഘടനാ ഭേദഗതി. 73 പഞ്ചായത്ത് രാജും 74 നഗരപാലികമാണ്. 1992 ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത്.
അപ്പോൾ ഗ്രാമസഭകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി എക്സാമിന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? 73 ഗ്രാമസഭകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം, ആ ഭരണഘടനാ ഭേദഗതി 73 ഭരണഘടനാ ഭേദഗതിയാണ്. അതുപോലെ തന്നെ 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനമാണെന്ന് പറഞ്ഞു. അതിനകത്ത് കുറേയധികം പോയിന്റ്സ് ഉണ്ട് പഠിക്കാൻ. ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, ഇതൊക്കെ അശോക് മേത്ത കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം, അതുപോലെ തന്നെ വനിതാ സംവരണം. അപ്പോൾ 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതിൽ പ്രതിപാദിക്കുന്ന വസ്തുതകളാണ് ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷവും, പട്ടികജാതി പട്ടികവർഗ സംവരണത്തെക്കുറിച്ചും വനിതാ സംവരണത്തെക്കുറിച്ചും. അതുപോലെ തന്നെ 74 ഭരണഘടനാ ഭേദഗതിയുണ്ട്, അതാണ് നഗരപാലിക സംവിധാനം. ഈ നഗരപാലിക സംവിധാനത്തില് വാർഡ് സഭകളുടെ രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെ കുറിച്ച് വാർഡ് സഭകളുടെ രൂപീകരണം, അവിടെയും ഭരണകാലാവധി 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണത്തെക്കുറിച്ചും വനിതാ സംവരണത്തെക്കുറിച്ചും. അതായത് ആദ്യത്തെ 2 പോയിന്റ് ഒഴിച്ച് രണ്ടും ബാക്കിയെല്ലാം സെയിം ആണ് അല്ലെ. പഞ്ചായത്ത് രാജ് സംവിധാനം 73 ഭരണഘടനാ ഭേദഗതിയിൽ ഗ്രാമസഭകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ 74 ഭരണഘടനാ ഭേദഗതിയിൽ നഗരപാലിക സംവിധാനത്തെക്കുറിച്ച്, വാർഡുകളുടെ അല്ലെ വാർഡ് സഭകളുടെ രൂപീകരണത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ് അല്ലെ. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് 73 ഭരണഘടനാ ഭേദഗതിയിൽ പഞ്ചായത്ത് രാജില് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് ചുമതല നഗരപാലിക ഭേദഗതിയില്, നഗരപാലിക നിയമത്തില് 74 ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള നഗരപാലിക സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയുന്നത്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ എന്നുള്ളത് 73 ഭരണഘടനാ ഭേദഗതിയിലും 74 ഭരണഘടനാ ഭേദഗതിയിലും, അതായത് പഞ്ചായത്ത് രാജ് പരിപാലനത്തിൽ അല്ലെങ്കിൽ സംവിധാനത്തിലും നഗരപാലിക സംവിധാനത്തിലും പറയുന്നുണ്ട്. എന്നാൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് എടുത്തു കഴിഞ്ഞാൽ 73 ഭരണഘടനാ ഭേദഗതി 1992 ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അല്ലെ. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതുപോലെ തന്നെ കേരളത്തിലെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഉണ്ട്. അത് 74 ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള നഗരപാലിക സംവിധാനം. 2 തരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്. നമുക്കറിയാം നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ എന്ന് അറിയപ്പെടും. കേരളത്തിലത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അപ്പം നമുക്കറിയാം പഞ്ചായത്ത് രാജ് സംവിധാനം, നിങ്ങളുടെ ഒരു ചാർട്ട് കാണാൻ പറ്റും. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടും അല്ലെ. നഗരപാലിക സംവിധാനത്തിലെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ, മുനിസിപ്പൽ കൗൺസിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ എന്നും അറിയപ്പെടും. ഓക്കെ അല്ലേ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്നിട്ട് നമുക്ക് കേരളത്തില് 1996 അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നടക്കുന്നു. ഈ അധികാര വികേന്ദ്രീയ പ്രക്രിയയെ ജനകീയ ആസൂത്രണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 73, 74 ഭരണഘടന 1992 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 വർഷം അറിഞ്ഞിരിക്കണം. കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജനകീയ ആസൂത്രണം. ഓക്കെ അല്ലേ. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി എന്ത് ചെയ്തു? അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെയും സ്ഥാപനങ്ങളും ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കുന്നുണ്ട്. ഈ ഭരണഘടനാ ഭേദഗതികളുടെ, അതായത് 73, 74 ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മൾ വനിതാ സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയത് 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ്. 2005 പഞ്ചായത്തി രാജ് ആക്ട് എക്സാമിന് ചോദിക്കാം. 2005 പഞ്ചായത്തി രാജ് ആക്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തി രാജ് ആക്ടിന്റെ ഭേദഗതിയിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില് സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തിയത്. 2005 പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള
പദ്ധതികളൊക്കെ ആയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ത്രീ പ്രാതിനിധ്യം 50% മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണമൊക്കെ പിന്നിട്ട് കാൽനൂറ്റാണ്ടോളമൊക്കെ കടന്നിട്ടും നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ കൂടുതൽ പരിമിതികളൊക്കെ ഉണ്ട് അല്ലേ? ഈ കൂടുതൽ പരിമിതികൾ തിരിച്ചറിഞ്ഞ് അത് കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന്, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെല്ലുവിളികളാണെന്നറിയാം. അവ നേരിടുന്ന വെല്ലുവിളികൾ നിങ്ങൾക്കറിയാം. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടാത്ത സാഹചര്യമുണ്ട്. അതുപോലെ ഗ്രാമസഭകൾ ഉണ്ടല്ലോ, ഈ ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, അതുപോലെ ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തതയൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മൾ ഈ 73, 74 ഭരണഘടനാ ഭേദഗതികളെയും 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ ജനകീയ ആസൂത്രണം എന്നറിയപ്പെടുന്ന 2005 പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ആ പഞ്ചായത്ത് രാജ് ഭേദഗതിയിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തിയത്. അതിനെക്കുറിച്ച് അറിയണം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടന നിങ്ങൾക്കറിയാം. അതേപോലെ 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനമാണ്, 74 ഭരണഘടനാ ഭേദഗതി നഗരപാലിക സംവിധാനമാണ്. അതിനകത്ത് പ്രതിപാദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം 1992 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനവും നഗരപാലിക സംവിധാനവും നിലവിൽ വന്നത്. അത് അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ 1957 ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രാജസ്ഥാനിൽ നിന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗോർ ജില്ലയിലാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമൊക്കെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്താണ് അധികാര കേന്ദ്രീകരണം എന്നും അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് കുറേയധികം വസ്തുക്കൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് എക്സാമിന് പ്രയോജനപ്പെടുന്നതാണ്, അതുകൊണ്ട് മനസ്സിലാക്കണം നന്നായിട്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.